മലയാള സിനിമയുടെ സകല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച് മുന്നേറുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ എമ്പുരാൻ. പ്രഖ്യാപന സമയം മുതൽ തിയേറ്ററുകളിലെത്തുന്നതുവരെ ഏവരും പ്രതീക്ഷയോടെയാണ് എമ്പുരാന് വേണ്ടി കാത്തിരുന്നത്. എന്നാൽ ചിത്രം തിയേറ്ററുകളിലെത്തിയതിന് പിന്നാലെ നിരവധി വിവാദങ്ങൾക്കും തിരികൊളുത്തുകയുണ്ടായി. എന്നിരുന്നാലും മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് എമ്പുരാൻ. നിരവധി സർപ്രൈസ് എലമെന്റുകൾ ഒരുക്കിയാണ് എമ്പുരാൻ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഘട്ടം ഘട്ടമായി എത്തിയ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും ആരാധകർക്കിടയിൽ ചർച്ചയായിരുന്നു. മാർച്ച് 27 റിലീസ് ചെയ്ത സിനിമ ഇതുവരെ ആഗോളതലത്തിൽ 250 കോടിയിലധികം രൂപ നേടിക്കഴിഞ്ഞു. വിഷു റിലീസുകൾ എത്തിയപ്പോഴും ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി തന്നെ പ്രദർശനം തുടരുകയാണ്. ചിത്രം റിലീസിനെത്തും മുന്നേ തന്നെ സിനിമയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരുന്നു. എന്നാൽ ആ കഥാപാത്രങ്ങൾക്കും അപ്പുറം അഭിനേതാക്കൾ സിനിമയിലുണ്ടായിരുന്നു. അത്തരത്തിൽ സിനിമയിൽ ഒളിപ്പിച്ച ഒരു സർപ്രൈസ് ആയിരുന്നു പ്രണവ് മോഹൻലാലിന്റെ എൻട്രി. മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ചെറുപ്പകാലമാണ് പ്രണവ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്ലൈമാക്സിൽ ആരാധകരെ ഞെട്ടിച്ച എൻട്രിയായിരുന്നു പ്രണവിന്റേത്. നടന്റെ കൂടുതൽ പ്രകടനം സിനിമയുടെ മൂന്നാം ഭാഗത്തിലാകുമെന്നത് ഇതിൽ നിന്നും വ്യക്തമാണ്. ഇപ്പോഴത്തെ പ്രണവിനെ യങ് സ്റ്റീഫനാക്കുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ക്ലൈമാക്സിലെ പ്രണവിന്റെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായി മേക്കപ്പ് ഇടുന്ന വീഡിയോ ഇതിനോടകം തന്നെ വൈറലാണ്. ഇതോടെ ചിത്രത്തിന്റെ മൂന്നാം വരവിനായി കാത്തിരിക്കുകയാണെന്ന ആരാധകരുടെ കമന്റുകൾ വന്നു തുടങ്ങി. മൂന്നാം ഭാഗത്തിന്റെ സാധ്യതകൾ ബാക്കിവെച്ചാണ് സിനിമ അവസാനിക്കുന്നത്. വിവാദങ്ങൾക്കിടെ ഒരു മൂന്നാം ഭാഗം ഉണ്ടാകുമോ എന്ന സംശയം ഉയർന്നിരുന്നുവെങ്കിലും ചിത്രം ഉണ്ടാകുമെന്ന നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ ഉറപ്പു വന്നതോടെ ഈ ചർച്ചകൾ അവസാനിക്കുകയും ചെയ്തു. സിനിമയുടെ പേര് അസ്രയേൽ എന്നായിരിക്കുമെന്ന സൂചനകൾ സംഗീത സംവിധായകൻ ദീപക് ദേവും നൽകിയിരുന്നു. അതേസമയം ചിത്രം OTT-യിലേക്ക് എത്തുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഏപ്രിൽ 24 എമ്പുരാൻ സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലാണ് ചിത്രം സ്ട്രീം ചെയ്യാനൊരുങ്ങുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.